നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നേ ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണേ. ഈ ഒരു കോംബോ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടാവില്ല. ആദ്യം തന്നെ ചക്കക്കുരുടെയും വെള്ളരിക്കയുടെയും തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിനകത്ത് നമുക്ക് ഈ ചക്കക്കുരും വെള്ളരിക്കയും ഒരു മാങ്ങയുടെ പകുതിയും അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് കുക്കറിൽ 2 വിസിലടിച്ച് വേവിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. നാളികേരത്തിൽ 2 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി വിസിലെല്ലാം പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്ന് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഉപ്പും ചേർത്ത് ഒരു തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.